ഇന്ന് ആരോഗ്യപ്പച്ചയിലും കുറുന്തോട്ടിയുടെ വിശേഷങ്ങളാണ് കാർത്തിക മഠത്തിൽ. പാടത്തും പറമ്പിലും പെരുവഴിയിലുമൊക്കെ ധാരാളം കണ്ടുവരുന്ന ഒന്നാണ് കുറുന്തോട്ടി. എത്ര പറഞ്ഞാലും തീരാത്തതാണ് കുറുന്തോട്ടിയുടെ ഔഷധ ഗുണങ്ങൾ. വേര് തൊട്ട് കായ വരെ എല്ലാം കുറുന്തോട്ടിയിൽ ഔഷധമാണ്. ഓർമ്മയില്ലേ ആ പഴഞ്ചൊല്ല്, കുറുന്തോട്ടിക്കും വാദമോ എന്നത്? വാദം തടയാൻ ആനക്കുറുന്തോട്ടി ബെസ്റ്റ് ആണെന്നതിൽ നിന്ന് വന്ന ചൊല്ലാണത്. ഇത് കൂടാതെ നീലക്കുറുന്തോട്ടിയും വെള്ളക്കുറുന്തോട്ടിയും ഉണ്ട്. മൂന്നും ഒരുപോലെ മരുന്നാണ്. ആനക്കുറുന്തോട്ടിയുടെ ഇലയും വേരും അരച്ച് നീരെടുത്താണ് പണ്ട് വാദത്തിനായി മരുന്നായി ഉപയോഗിച്ചിരുന്നത്. വയറിളക്കം മാറ്റുന്നതിനും ദഹനേന്ദ്രിയത്തിന്റെ ആരോഗ്യത്തിനും കുറുന്തോട്ടി ഉത്തമമാണ്. ഹൃദ്രോഗം, ചതവ്, മർമ്മ ചികിത്സ എന്നിവയ്ക്ക് കുറുന്തോട്ടി ചേർത്ത കഷായവും അരിഷ്ടവുമാണ് ആയുർവേദം നിർദ്ദേശിക്കുന്നത്. പനിക്കും തലവേദനയ്ക്കും ചെന്നിക്കുത്തിനും ഒറ്റമൂലിയായും കുറുന്തോട്ടി ഉപയോഗിക്കാറുണ്ട്. അനാൾജി ഗുണമുള്ളതിനാൽ കുറുന്തോട്ടിയുടെ വേരുകൾ ചവയ്ക്കുന്നത് പല്ലുവേദന കുറയ്ക്കാൻ സഹായിക്കും. പ്രസവാനന്തര ശുശ്രൂഷയ്ക്കും പണ്ട് കുറുന്തോട്ടി ചേർത്ത കഷായം വ്യാപകമായി ഉപയോഗിച്ചിരുന്നു. ഓർമ്മക്കുറവ് മറികടക്കാനുള്ള മരുന്നായാണ് കുറുന്തോട്ടിയെ കണ്ടുവന്നത്. ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്ക് ശമനൌഷധമായി കുറുന്തോട്ടി ഉപയോഗിക്കാറുണ്ട്. കുറുന്തോട്ടി ഉണക്കിപ്പൊടിച്ച് നെയ്യും തേനും ചേർത്ത് കഴിക്കുന്നത് ക്ഷയരോഗമുക്തിക്ക് സഹായിക്കുമെന്നാണ് ആയുർവേദം പറയുന്നത്. ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുള്ളതിനാൽ കുറുന്തോട്ടിയുടെ ഇല ഇത് ഇടിച്ചു പിഴിഞ്ഞ് നീര് കുടിക്കുന്നത് അൾസറിനും വിരശല്യത്തിനും മരുന്നായി കരുതിപ്പോരുന്നു. പറഞ്ഞു വന്നാൽ നിസ്സാരക്കാരനല്ല നമ്മുടെ കുറുന്തോട്ടി. ആയുർവേദത്തിൽ ക്ഷീരബല, ധന്വന്തരം, ബലാതൈലം, ബലാരിഷ്ടം എന്നിവയിലൊക്കെ കുറുന്തോട്ടിയുണ്ട്. ബലാഗുളിച്ചാതി എണ്ണ, ബലാശ്വഗന്ധാദി എണ്ണ, കാർപ്പസാസിസ്ത്യ തൈലം, പ്രഭാഞ്ചനം, കുഴമ്പ് എന്നിവയിലൊക്കെ കുറുന്തോട്ടി ഉപയോഗിക്കാറുണ്ട്. രോഗപ്രതിരോധ ഔഷധം എന്ന നിലയിൽ അടിമുടി ഉപയോഗിക്കുന്ന ചെടിയാണ് കുറുന്തോട്ടി. തലമുടി വളരാൻ കുറുന്തോട്ടി താളിയായും ഉപയോഗിക്കാറുണ്ട്. വരണ്ട മുടിയുള്ളവർക്കും കുറുന്തോട്ടി താളി ഗുണം ചെയ്യും. മുടിക്ക് തിളക്കവും കറുപ്പ് നൽകാനും ഇത് സഹായിക്കുന്നു.